തമിഴ്നാട്ടിലൊക്കെ ഫേമസ് ആണ് കേട്ടോ നമ്മൾ വെങ്കായ ദോശ. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ദോശ മാവിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച വലിയ ഉള്ളി അത് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ കൊത്തമല്ലിയും ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില കൂടി ചേർക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ദോശക്കല്ല് എടുക്കുക. ദോശക്കല്ല് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈ മാവ് കൂടെ ചേർത്തിട്ട് ഒന്ന് വലുതായിട്ട് ദോശയുടെ പരുവത്തിലൊന്നും ചൂടാതെ ഒരു മീഡിയം സൈസിൽ ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കുക. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ അങ്ങനെയും വേവിക്കാം. ഞാൻ അടച്ച് വെച്ച് വേവിക്കുന്നില്ല. അപ്പോൾ അടിഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ തിരിച്ചിട്ടിട്ട് മേൽഭാഗം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ കുട്ടി കുട്ടിയായിട്ട് 2 ദോശ ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് തക്കാളി ചട്നിയോ ഇല്ലേ തേങ്ങാ ചട്നിയോ ഉപയോഗിച്ച് കഴിക്കാം. ഞാനിവിടെ ഇഡ്ഡലിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് കഴിക്കണത്. അപ്പോൾ ഇഡ്ഡലിപ്പൊടി റെസിപ്പി വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതും സൂപ്പറാണ് കേട്ടോ ദോശക്കൊക്കെ. അപ്പോൾ ഇഡ്ഡലിപ്പൊടിയിൽ കുറച്ച് നമ്മൾ നല്ലെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നല്ല ടേസ്റ്റായിട്ടൊന്ന് മിക്സായിട്ട് വരും. അപ്പം നമ്മൾ ചുട്ടെടുത്ത ദോശയിൽ നിന്ന് കുറച്ചൊരു പീസ് എടുത്തിട്ട് ഇതിലേക്കൊന്ന് മുക്കി കഴിക്കുകയാണെങ്കിൽ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.